നടന്നു പോകുന്ന വഴികളിൽ ഒരു സ്നേഹം നൽകാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ സ്നേഹം എന്നൊരു ഏറ്റവും വലിയൊരു വികാരമാണ്. ആ സ്നേഹം നൽകാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവന്റെ ഇബാദത്ത് പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവിലൂടെയാണ് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം നിർവഹിക്കുമ്പോ നിസ്കാര തണമ്പുകളുടെ അപ്പുറത്തേക്ക്, അവന്റെ സദക്കകളുടെ, അവന്റെ ഹജ്ജിന്റെ എല്ലാ മാനങ്ങൾക്ക് പുറത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നീ അള്ളാഹുവിന്റെ മുമ്പിൽ എത്രത്തോളം നീ കുനിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു വല്ലാത്ത മനുഷ്യനുണ്ടായിരുന്നു അത്രേ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട് പരിചയിച്ച് തരംപിച്ചു പോയതാണ്. ആ മനുഷ്യൻ ജനങ്ങളോടുള്ള സംസർഗം ഒഴിവാക്കി എപ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം, എപ്പോഴും ദിക്റിൽ മുഴങ്ങണം, എപ്പോഴും അള്ളാഹുവിന്റെ ഇബാദത്തിനാകണം. എല്ലാ മനുഷ്യരോടുള്ള സംസർഗങ്ങളോട് വിട പറഞ്ഞ് ആ മനുഷ്യനൊരു പർണശാല, കാരണത്തിന്റെ നടുവിൽ ആരും കടന്നു വരാത്തൊരു പർണശാലയിൽ 24 മണിക്കൂറും അള്ളാഹുവിനുള്ള ഇബാദത്ത് മാത്രം, എപ്പോഴും സഹോദരങ്ങളെ വിരൽ തുമ്പിൽ തസ്ബീഹ് മാത്രം, എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഇബാദത്തുകൾ മാത്രം. മനുഷ്യന്റെ സംസർഗമില്ല, ഭാര്യയോട് സംസർഗമില്ല, പുത്രകളത്രാദികളോട് ബന്ധുമിത്രാദികളോട് ബന്ധങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഏത് ഇബാദത്തുകളാകട്ടെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നതേടാ. ആ മനുഷ്യൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ കാണാനെത്തിയത്. ആ മനുഷ്യനല്ലേ ചരിത്ര പ്രസിദ്ധനായ ജുറൈജ്, ആ മനുഷ്യനല്ലേ ചരിത്ര പ്രസിദ്ധനായ ജുറൈജ്. അയാള് നമ്മളെ പോലെ ആയിരുന്നില്ലല്ലോ, പരിമിതമായ ഇബാദത്തായിരുന്നില്ലല്ലോ. കാനനത്തിന്റെ നടുവിൽ ആരും കടന്നു വരാത്ത കൊടുങ്കാടിന്റെ നടുവിൽ ആയുസ് മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ആ മകനെ കാണാനാണ് പ്രിയപ്പെട്ട ഉമ്മ എത്തിയത്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന് പടച്ചറപ്പിന്റെ മുമ്പിലാ. ആ സമയത്താണ് കാനനത്തിന്റെ നടുവിൽ വന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുന്നത്, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. എവിടെയാണ് നിൽക്കുക? ഉമ്മ പ്രസവിച്ച മക്കളാണെങ്കിൽ $10 തിളക്കത്തിനപ്പുറത്തേക്ക് ഉമ്മയുടെ കനിവാണ് ജീവിതത്തിന്റെ പച്ചത്തുരുത്തെന്ന് മനസ്സിലാക്കാൻ. ഉമ്മയില്ലെങ്കിൽ ഒന്നുമില്ല, ഉപ്പയില്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ ദുആയാണ് ജീവിതത്തിന്റെ എന്നെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് തിരിച്ചറിയാൻ പെങ്ങളെ കഴിയുന്നുവെങ്കിൽ, സഹോദരങ്ങളെ കഴിയുന്നുവെങ്കിൽ പടച്ചറപ്പിന്റെ മുമ്പിലാണ് നിൽക്കുക. ജുറൈജ് വിളി കേട്ടില്ല റളിയല്ലാഹു അൻഹു. രണ്ടാമതും ഉമ്മ വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ, വിളി കേൾക്കുക. രണ്ടാമതും വിളി കേട്ടില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മുമ്പിലാണ്. ഉമ്മയുടെ മനസ്സ് നൊന്തു, ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അല്ലാഹുവേ ഞങ്ങളുടെ നാവിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ നീ വരുത്തല്ലേ തമ്പുരാനെ, നീ വരുത്തല്ലേ തമ്പുരാനെ. കാരണം ആഖിറത്തിൽ ഞങ്ങൾ കാണേണ്ടതല്ലേ, ഖബറിൽ പിടിമണ്ണ് മാറിയിട്ടാലും ഞങ്ങൾ കാണേണ്ടതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അവിടേക്കാണ് ഞാൻ വരിക. അമ്മയുടെ മനസ്സു നൊന്തു. ഈ പ്രവാസ മണ്ണിൽ 1000 പ്രതിസന്ധികൾ, 1000 പ്രയാസങ്ങൾ, 1000 ബുദ്ധിമുട്ടുകൾ. അല്ലാഹുവേ, എവിടെയാണ് ഞാനിത് പറഞ്ഞു തീർക്കേണ്ടത്? കബ്സേ കടീഗേ അറബ് ഉമീദ് കേ സഹാറേ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു ഉസ്താദേ എന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ കണ്ട് എത്രയെത്ര പ്രവാസികൾ. പറയാനുള്ളത് കണ്ണീരിന്റെ കനവുകൾ മാത്രം. അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ആദ്യമായിട്ടൊരാത്മപരിശോധന നടത്തുക. ഉമ്മയുടെ മനസ്സു നൊന്തപ്പോ ഇത് ചരിത്രം വെറുതെ കേട്ട് പറഞ്ഞു പോകാനുള്ളതല്ല. ചരിത്രം മഹാനായ ഒരു അധ്യാപകനാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഉമ്മയുടെ മനസ്സു നൊന്തു. മകനെവിടെയാണ്? ഇബാദത്തിലാണ്. ഒരു വേശ്യ പെണ്ണിനെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കട്ടെ മോനെ, അല്ലാതെ നീ ലോകത്ത് നിന്ന് വിട പറയില്ല. ഉമ്മയുടെ ശാപമാണ്, ഉമ്മയുടെ ശാപമാണ്. ഒരു വേശ്യ പെണ്ണിനെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കാതെ നീ ലോകത്ത് നിന്ന് വിട പറയില്ല മകനെ.
ആരോടാണ് പറയുന്നത്? ഉമ്മയുടെ വിളി കേൾക്കാതിരുന്നത് എപ്പോഴാ? ജോലി തിരക്കിലല്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ, പ്രിയപ്പെട്ട മാതാവിന്റെ വിളിക്കുത്തരം നൽകാതെ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആരാധനയുടെ കൊടുമുടി കയറിയ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അദ്ദേഹം ഏറ്റവും വലിയ ആരോപണത്തിന് വിധേയനാകേണ്ടി വന്നു എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തതാരാ? ഇത് ഹെലൻ കല്ലറിന്റെ കഥയല്ല, ഇത് മേരി ഷെല്ലിയുടെ കാൽപ്പനിക കഥയല്ല, ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ, മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ, ലോക ചരിത്രത്തിൽ ഇബാദത്തിന്റെ കൊടുമുടി കയറിയ മനുഷ്യന് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ അയാൾ ജീവിതത്തിൽ ആളുകൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, അയാളുടെ വീട് അഗ്നിക്കിരയാക്കി, ആ മനുഷ്യനെ വ്യഭിചാരി എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞോടിച്ചു. പിന്നീട് ജുറൈദിനെ ഈ മാതാവിന്റെ ശാപമേറ്റപ്പോ, അതുകൊണ്ട് ഈ പ്രവാസത്തിന്റെ മണ്ണിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എന്റെ ഉമ്മ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഉമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ എന്തെങ്കിലും കാരണക്കാരനായിട്ടുണ്ടോ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അവന്റെ ദുനിയാവിൽ അവന് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞാനല്ല, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ആഖിറത്തിലല്ല, മരണശേഷമല്ല. പെങ്ങളെ, ഉമ്മയോടെ കണ്ണ് നിറയാൻ നമ്മുടെ ഒരു വാക്ക് കാരണമായിട്ടുണ്ടോ? അവൻ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം